നമസ്കാരം. വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ ഈ സിനിമ ഞാൻ കാണാൻ പോകാനുള്ള കാരണം പറയാൻ കേട്ടോ. വെങ്കി ആറ്റ്ലൂരി എന്ന് പറയുന്ന സംവിധായകനാണ് ഈ സിനിമ എന്നെ കാണാൻ പ്രേരിപ്പിച്ച ആദ്യ ഘടകം. കാരണം അദ്ദേഹത്തിന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമ എൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വെങ്കി ആറ്റ്ലൂരി സൂര്യയെയും മമിത ബൈജുവിനെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആ സിനിമയുടെ റിലീസിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ആദ്യ ഷോ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറി സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലായിരിക്കും. നമ്മളൊക്കെ എങ്ങനെയാണ് സൂര്യയെ കാണാൻ ആഗ്രഹിച്ചത്, അങ്ങനെ തന്നെ സൂര്യ ആരാധകർക്ക് ആ പഴയ സൂര്യയെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയിലൂടെ ഇങ്ങനെ തന്നിട്ടുണ്ട് ആ സംവിധായകൻ എന്നുള്ളതാണ്. ആ സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് കേട്ടോ സിനിമയുടെ കഥ എന്താണെന്ന്. വിശ്വനാഥിന്റെയും സണ്ണിന്റെയും കഥ തന്നെയാണ് ഈ സിനിമ പറയുന്നത്. സിനിമയുടെ ഒരു ചെറിയ ഒരു പ്രമേയം ഞാൻ പറയാം. ഈ സഞ്ജയ് വിശ്വനാഥ് എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് സൂര്യ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മൂപ്പര് ഒരു ദേശീയ ഷൂട്ടിംഗ് താരമാണ്. ഒളിമ്പിക്കിലൊക്കെ മൂപ്പർക്ക് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഒരു ബിസിനസ് മാനാണ്. അമ്മയോട് അതിയായ സ്നേഹമുള്ളൊരു മകനാണ് കേട്ടോ. അമ്മ എന്ത് പറഞ്ഞാലും അതൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു മകനാണ് ഈ സഞ്ജയ് വിശ്വനാഥൻ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ മകനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. മകനാണെങ്കിൽ കല്യാണം ഇഷ്ടമല്ല താനും. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ട് തന്നെ തിരിച്ചറിയുക. അപ്പൊ അമ്മ ഇങ്ങനെ 24 മണിക്കൂറും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കാൻ പറയും. അമ്മയ്ക്ക് ചില അസുഖങ്ങളൊക്കെ അമ്മയെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ആഗ്രഹം സാധിച്ച് ഈ മകൻ കൊടുക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അത് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതാണ് ഞാൻ പറയാത്തത്. ഇവരുടെ ഇടയിലേക്ക് പിന്നെ ഒരു മകൻ കടന്നു വരുന്നു. പിന്നീട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമ പങ്കുവെക്കുന്നത്. ബാക്കി ഞാൻ ഇതൊക്കെ ഇങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞു. പിന്നെ തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കാണുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സിനിമയുടെ പ്രമേയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവരുടെ ലൈഫിലേക്ക് വരുന്ന മാഡി എന്ന് പറയുന്ന മമിത ബൈജുവിന്റെ കഥാപാത്രം മൊത്തത്തിൽ അടിമുടി അങ്ങ് ഗംഭീര സിനിമ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, അമ്മ മകൻ ബന്ധമുണ്ട്, അതുപോലെ അച്ഛൻ മകൻ ബന്ധങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ് നമ്മളൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കാണാതെ പോകുന്ന ഒരുപാട് വിലയേറിയ ബന്ധങ്ങളെ ഈ വെങ്കി ആറ്റ്ലൂരി എന്ന് പറയുന്ന സംവിധായകൻ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതാ പറഞ്ഞതില്ല, ഗംഭീര തിരക്കഥയാണെന്ന് പറയുന്നത്. ഒപ്പം വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന ഈ സിനിമയിലെ നമ്മുടെ സൂര്യയുടെ കഥാപാത്രം രക്ഷയില്ല. മൂപ്പര് നല്ല ഗംഭീരമായി തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നായിക, അതായത് മമിത ബൈജു അവതരിപ്പിക്കുന്ന മാഡി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ ഇദ്ദേഹത്തെക്കാളും സൂര്യയെക്കാളും ഒരുപാട് പ്രായം കുറവാണ് ഈ സിനിമയിൽ. അപ്പൊ ഇവര് തമ്മിൽ ഒന്നിക്കാത്തതിന്റെ കാരണം ഈ പ്രായം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവൻ ഈ പ്രായം പറഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് ഒന്നിക്കുമോ എന്നുള്ളൊരു, അല്ലെങ്കിൽ അവസാനം എന്താകും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ജനിപ്പിക്കാൻ എന്തായാലും ഈ സിനിമയിലെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം മമിത ബൈജുവിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. തൂക്കി മമിത ബൈജു എന്നുള്ളതാണ്. മമിത ബൈജു ആരാധകർക്ക് ഒരു ഗംഭീര ട്രീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമിത ചെയ്തിട്ടുള്ളത് എന്നറിയാവോ. സാധാരണ മമിത ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു നായികയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ഒരു എന്താ പറയാ ഓവറായി പോയാലും ഒന്നും തോന്നാറില്ല. വ്യത്യസ്തമായ രീതിയിൽ ക്യൂട്ട്നെസ് വാരി വിതറുന്ന, അഭിനയ പ്രാധാന്യമുള്ള നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു ഈ സിനിമയിൽ എന്നുള്ളതാണ്. ഒരുപാട് മമിത ബൈജുവിനെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി. കാരണം അത്രത്തോളം നല്ല രീതിയിൽ ആ കഥാപാത്രത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമോഷൻ സീൻസ് ആണെങ്കിലും കോമഡി രംഗങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാ രംഗങ്ങളും ഒന്നിനോടൊന്നും മെച്ചം. ഒരുപാട് മറ്റ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അവരെല്ലാവരും അവരുടേതായിട്ടുള്ള വേഷങ്ങളെല്ലാം നല്ല സൂപ്പറാക്കി എന്നുള്ളതാണ്. മ്യൂസിക് GB പ്രകാശാണ്. രക്ഷയില്ല മോനെ, കത്തിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ടുള്ള മ്യൂസിക്കും BGM ഒക്കെ തന്നെ. സാധാരണ നമ്മൾ തമിഴ് പടത്തിലൊക്കെ എന്താണ് കാണാറുള്ളത്, വെറുതെ അനാവശ്യമായിട്ട് ഒരുപാട് പാട്ട് കുത്തി നിറച്ചിട്ടുള്ളതൊക്കെ ആയിട്ട് നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു കുത്തിനിറക്കലും ഒരു ഭാഗത്തും കാണുന്നില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന് മാത്രം, ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുന്നു ഇത്തരം മ്യൂസിക്കും BGM ഒക്കെ എന്നുള്ളതാണ്. ഒപ്പം സൂര്യ, എന്റെ പൊന്ന്, ചില ഇമോഷൻ സീൻസ് ഒക്കെ നമ്മുടെ കണ്ണ് നിറപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ഈ സിനിമ തുടങ്ങി ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ സൂര്യ ഇന്റർവ്യൂ ചെയ്യുന്നൊരു സീനുണ്ട്. ആ നേരത്തെ സൂര്യയുടെ ചില ഡയലോഗുകളും സൂര്യ ചില അനുഭവങ്ങളൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഡ്രൈവറിനെ പറ്റിയൊക്കെ കണ്ണ് നിറപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അവിടെയും മറ്റൊരു ബന്ധത്തെ കാണിച്ചു തരുന്നുണ്ട്. അത് ഓരോ സീനുകൾ എടുത്തു നോക്കിയിട്ട് ഒരുപാട് ബന്ധങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളുടെ വിലയൊക്കെ നമ്മളെ ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഇമോഷൻ സീൻസ് ഒക്കെ ഇദ്ദേഹം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അദ്ദേഹം കരയുമ്പോൾ നമ്മുടെ കണ്ണും നിറയും, അദ്ദേഹം ചിരിക്കുമ്പോൾ നമ്മളും ചിരിക്കും. അങ്ങനെയൊക്കെ എന്താ പറയാ, കുറെ നാൾക്ക് ശേഷമാണ് സൂര്യയിൽ നിന്ന് അങ്ങനെ നമുക്കൊരു നല്ല സംഭവം കിട്ടുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള കോംബോ ഒരു രക്ഷയില്ലാത്ത കോംബോ ആയിരുന്നു. അടിപൊളി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അടിമുടി ഒന്നിനോടൊന്ന് ഗംഭീരമായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു വെക്കട്ടെ. ആവശ്യത്തിന് മാത്രം സ്റ്റണ്ട്, ആവശ്യത്തിന് മാത്രം പാട്ടുകൾ, അങ്ങനെ എല്ലാം ആവശ്യത്തിന് മാത്രം
ചേർത്തുകൊണ്ട് വെങ്കി അറ്റ്ലൂരി, ലക്കി ഭാസ്കറിന് ശേഷം മറ്റൊരു ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് വമ്പൻ ഹിറ്റായിട്ട് മാറും. ഇത് തമിഴ് ഓഡിയൻസിനേക്കാൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലുള്ള ഓഡിയൻസിനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഇതൊരു മാസ് മസാല മൂവിയല്ല എന്നുള്ളതാണ്. ഇത് ഒരു വേറെ മൂഡ് സാധനമാണ്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഹിറ്റാവില്ലെന്നല്ല, തമിഴ്നാട്ടിൽ ഇത് പടം ഹിറ്റാവും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇത്തരം പടങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് മലയാളികളാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വയലൻസ് ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത ഒരു ഫീൽ ഗുഡ് നല്ല പടം കണ്ട ശേഷവും ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു തരം പടം. സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോഴും മമിത ബൈജുവിന്റെ ക്യാരക്ടറൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. കാരണം മമിതയുടെ ഒരു ക്യാരക്ടർ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. എന്തായാലും ഈ കഴിഞ്ഞ ഇടക്കാലത്തൊക്കെ ഒരുപാട് സിനിമകൾ ഈ സൂര്യയുടേതായിട്ട് ഇറങ്ങിയെങ്കിലും സൂര്യയുടെ ഈ കറുപ്പുസ്വാമിയൊക്കെ വമ്പൻ ഹിറ്റാണ്, 350 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടതൊക്കെയാണ് കേട്ടോ. പക്ഷെ ഒരു എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സംതൃപ്തി നൽകിയ സിനിമയൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന കറുപ്പുസ്വാമി എന്ന് പറയുന്ന സിനിമ. ഒരു സാധാരണ സിനിമ, ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഈ മൂവി അങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം കേട്ടോ. ഫാമിലി ആയിട്ട് പോയി കാണണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഫാമിലി ആയിട്ടിരുന്ന് കാണേണ്ട പടമാണ്. എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. കാരണം അത്രത്തോളം ഒരുപാട് മെസ്സേജുകൾ ഈ സിനിമ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെയൊന്നും നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നി. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചില ബന്ധങ്ങളെയൊക്കെ കാണാതെ പോകുന്ന ആളുകൾക്ക് പലതും തിരിച്ചറിയാനും പലതിനെ കുറിച്ചുമൊക്കെ ഓർക്കാനുമൊക്കെ ഈ സിനിമ ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും വിശ്വനാഥ് ആൻഡ് സൺസ് ഒരു മികച്ച സിനിമ തന്നെയാണ്. ഒരു റേറ്റിംഗ് എത്രയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുൾ റേറ്റിംഗ് കൊടുത്താലും മതിയാവില്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ. അത്രത്തോളം നല്ലൊരു സിനിമ തന്നെയാണ്. പിന്നെ ഇതെന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഞാൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ കണ്ട സിനിമയുടെ അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ ഇത് കണ്ടിട്ടുള്ള മറ്റുള്ള ആളുകളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നിങ്ങളും തിയേറ്ററിൽ പോയി സിനിമ കാണുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.